മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ആവശ്യം പരിഗണിക്കേണ്ട എന്ന് ഉറപ്പിക്കുന്നു കോൺഗ്രസ്. കോൺഗ്രസ് തീരുമാനത്തിന് തൽക്കാലം വഴങ്ങേണ്ടെന്നാണ് ലീഗിന്റെ നിലപാട്. 2 സീറ്റ് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ പകരം ഉപാധികൾ മുന്നോട്ട് വയ്ക്കാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചു. ലോക്സഭയിലേക്ക് പരമാവധി കോൺഗ്രസ് എംപിമാരെ എത്തിക്കാനാണ് പാർട്ടി തീരുമാനം. രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമായി കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. ഈ പശ്ചാത്തലത്തിൽ ഘടകകക്ഷികളുടെ വിലപേശലിന് വഴങ്ങേണ്ടെന്നാണ് തീരുമാനം. ഇക്കാര്യം മുസ്ലിം ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് അറിയിക്കും. മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ടെങ്കിലും തൽക്കാലം അനുവദിക്കാൻ നിവൃത്തിയില്ല എന്ന വാദമാണ് അറിയിക്കുക. എന്നാൽ ഈ വാദം എളുപ്പത്തിൽ അംഗീകരിക്കേണ്ട എന്നാണ് മുസ്ലിം ലീഗിന്റെയും നിലപാട്. മൂന്നാം സീറ്റിനായി കൂടുതൽ സമ്മർദ്ദം ചെലുത്തും. കോർ കമ്മിറ്റി കൂടി വിശദമായി ചർച്ച ചെയ്യും. സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ലെങ്കിൽ മറ്റു ചില ഉപാധികൾ കോൺഗ്രസിന് മുൻപിൽ വയ്ക്കാനും ലീഗ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിലും പരിഗണിക്കണമെന്ന ആവശ്യം അറിയിക്കും. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ചർച്ചകൾ നീണ്ടുപോകും. കോൺഗ്രസുമായി വീണ്ടും ഉഭയകക്ഷി ചർച്ച വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. എന്നാൽ 14-ന് ചേരുന്ന UDF ഏകോപന സമിതി യോഗം മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് ബാക്കിയുള്ളത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. 14-ന് തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് UDF തീരുമാനം. കേരള കോൺഗ്രസ്, ജോസഫ്, RSP എന്നീ ഘടകകക്ഷികളോട് കോട്ടയം, കൊല്ലം മണ്ഡലങ്ങളിൽ പ്രചരണ പരിപാടികൾ ആരംഭിക്കാനും നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം.